പിങ്ക് പെറ്റൽസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക കൊണ്ട് വളരെ രുചികരമായ ഒരു കറി തയ്യാറാക്കുന്ന വീഡിയോ ആണിത്. വളരെ സ്പെഷ്യലായിട്ടുള്ള ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കൈപ്പയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തതായി കറിക്ക് വേണ്ടിയിട്ട് ഒരു വലിയ മുറി തേങ്ങയുടെ പകുതിയോളം ചിരകിയെടുത്തിട്ടുണ്ട്. അല്പം വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് എരിവിന് ആവശ്യമായ വറ്റൽമുളകും കായവും ഇട്ട് കൊടുക്കുക. അടുത്തതായി ഒരു 1/4 ടീസ്പൂണോളം ഉലുവയും പിന്നെ നമ്മൾ ചിരകിയെടുത്ത തേങ്ങയും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പ്രത്യേകമായി ചേർക്കുന്ന ചേരുവ ഒരു 1.5 ടീസ്പൂണോളം കറുത്ത എള്ളാണ്. ഇതിൻ്റെ കൂടെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് സാമ്പാറിൻ്റെ പാകത്തിനൊക്കെ വറുക്കുന്ന പോലെ വറുത്തെടുക്കണം. മല്ലി മണിയായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പൊടിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഇതൊന്ന് വറവായതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വറുത്തരച്ച കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വറുക്കുമ്പോൾ തേങ്ങ നല്ല ബ്രൗണാക്കി എടുക്കും. അതുപോലൊന്നും ബ്രൗണാവുന്ന വരെയൊന്നും വറുക്കണ്ട. ചെറിയ രീതിയിൽ സാമ്പാറിന് ചേർക്കാൻ വേണ്ടി വറുക്കുന്ന ആ പാകത്തിലൊന്ന് വറുത്തെടുത്താൽ മതി. ഏകദേശം ആയി വരുമ്പോൾ ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്ത് എടുക്കുകയാണ്. തേങ്ങ ഇപ്പോൾ നമുക്ക് ആവശ്യമായ വറവിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് ഇത് ചൂടാറാൻ വയ്ക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി അടുത്തതായി ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൈപ്പയ്ക്ക ഇതിലിട്ട് കൊടുക്കാം. ഈ എണ്ണയിൽ കൈപ്പയ്ക്ക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കൈപ്പയ്ക്ക ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളിയെടുത്ത് ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പുളിവെള്ളത്തിൽ കൈപ്പയ്ക്ക ഒന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് അല്പനേരം വേവിക്കാം. ഇപ്പോൾ കൈപ്പയ്ക്ക പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തേങ്ങ വറുത്തെടുത്തിട്ട് അരച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പൊക്കെ പോരായ്കയുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരേണ്ട കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ കറി റെഡിയാകാൻ. ഈ കറി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്പം പഞ്ചസാരയോ ശർക്കരയോ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു മധുരം കൂടി വരുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങയും എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് കറി റെഡിയായിട്ടുണ്ട്. ഇതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മുകളിൽ നമുക്ക് അല്പം കടുക്, കറിവേപ്പില, വറ്റൽമുളക് എല്ലാം കൂടി വറുത്തത് ഇട്ട് കൊടുക്കാം. കൈപ്പയ്ക്കയുടെ കയ്പും ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്